അങ്ങനെ ഞാൻ ദിവേദിനെ അവിടെ തൊട്ടടുത്ത് ഒരു മെഡിക്കൽ എയ്ഡ് പോസ്റ്റ് ഉണ്ട് അവിടേക്ക്. അപ്പോൾ വണ്ടിയിലേക്ക് ലോഡ് ഇവനെ എടുത്തു വയ്ക്കാനായിട്ട്, ലോഡ് തെറ്റാണ്, എടുത്തു വയ്ക്കാനായിട്ട് ഗംഗാധരൻ ഞാൻ പറഞ്ഞു, ഗംഗാധരനോട് പറഞ്ഞു, ഗംഗാധരൻ നീ ഇവിടെ മാനേജ് ചെയ്യും, പിന്നെ ഞാൻ ദിവേദിയെ ഹോസ്പിറ്റലിൽ എത്തിക്കിട്ട്. അപ്പോൾ ഒരു 100-150 മീറ്ററേ ഉള്ളൂ അവിടേക്ക്. ഞാൻ ജീപ്പിൽ കൊണ്ടുപോയി. അവിടെ ചെല്ലുമ്പോഴത്തേനും അങ്ങനെ ആൾക്കാരിങ്ങനെ കൊണ്ടുവന്നിടുക, ബ്ലാങ്കറ്റില്ലേ അതിലിങ്ങനെ ആൾക്കാരിങ്ങനെ കൊണ്ടുവന്നിട്ട് ഓരോരുത്തരായിട്ട്. അപ്പോൾ ഞാനിങ്ങനെ അവിടെ നിന്ന് നോക്കുമ്പോൾ കൊണ്ട് ഇതിൻ്റെ ഇവിടെ മലയ്യ, തലയില്ല, യൂണിഫോമിൽ തലയില്ല, യൂണിഫോമിൽ മലയ്യ. അപ്പോൾ ഈ മലയ്യ അന്ന് ഒരു 1.5 മണിക്കൂറിന് മുമ്പ് വായിച്ചത് എനിക്ക് ഭക്ഷണം സെർവ് ചെയ്തത് അന്ന്. അപ്പോൾ അവരാണ് ബസ് നോക്കുന്നത്. അങ്ങനെ തിരഞ്ഞു നോക്കിയപ്പോൾ ദൂരത്ത് മലയുടെ തല എടുക്കുന്നു. അവിടുന്ന് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോഴത്തേനും അത്രയും നോക്കാൻ സമയമില്ല, കാരണം ദിവേദിയെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലല്ലോ. അപ്പോഴെടുത്ത് അവിടെ ഗോപയുടെ ശരീരം കിടക്കുന്നു. അവിടെ നിന്ന് പിന്നെ അടുത്ത് നോക്കുമ്പോഴത്തേനുണ്ട് രാജ്കുമാറിൻ്റെ. അപ്പോൾ രാജ്കുമാർ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ കുട്ടി 19 വയസ്സായിട്ടുള്ളൂ വായിച്ചത്. അവൻ്റെ കല്യാണം കഴിഞ്ഞിട്ടായിരുന്നു. അവിടെ രാജസ്ഥാനിലേക്ക് വേഗം കല്യാണം കഴിയല്ലോ. ഇവൻ ട്രെയിനിങ് കഴിഞ്ഞിട്ട് അതിന് ശേഷം ഇവൻ വീട്ടിലേക്ക് പോയിട്ടില്ല. അതാണ് അവൻ. ഈ സിംഗ എന്ന് പറയുന്ന പയ്യൻ, അവന് പിന്നീട് സാന മെഡൽ കിട്ടി. ഈവൻ ഞാൻ എവിടെ പോകുമ്പോഴും എൻ്റെ ഒപ്പം, എൻ്റെ ഗണറായിരുന്നു അവൻ. ബോഡി ഗാർഡിന് വേറെ വിധത്തിൽ പറയണേ, എവിടെ പോകുമ്പോഴും AK-47 എടുത്തിട്ട് അവൻ്റെ ഒപ്പം ഉണ്ടാവും. അപ്പോൾ ഞങ്ങളിങ്ങനെ വണ്ടി പോകുമ്പോൾ അവൻ മുന്നിൽ ലീഡ് ചെയ്യുന്നത് ഇവരായിരിക്കും നമ്മളുടെ. അപ്പോൾ QRT എന്ന് പറയും, ക്വിക്ക് റിയാക്ഷൻ ടീം. അപ്പോൾ അതിൽ ഇവനായിരിക്കും. ഇവൻ്റെ അടുത്ത് AK-47 ഉണ്ട് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവനൊരു ഭംഗിയായിട്ട് വിസിലടിക്കും. ഇവൻ നോർത്ത് ഇന്ത്യയിൽ നിന്നാണല്ലോ, വളരെ ദൂരത്തേക്ക് അടക്കം വിസിൽ കേൾക്കും. അപ്പോൾ ഈ വിസിൽ കേട്ടാൽ ആൾക്കാർക്കറിയാം ഈ QRT വരുന്നുണ്ട്, എൻ്റെ പിന്നിൽ സീനിയർ ഓഫീസർ വരുന്നുണ്ടെന്ന്. അപ്പോൾ ഒന്ന് ഇവനാണ്, സിംഗയാണ്. അപ്പോൾ ഇവർ എല്ലാവരും